ലീഡേഴ്സ് മോർണിംഗിൽ എ റഹീം MP പങ്കെടുക്കുന്നു. ഗുഡ് മോർണിംഗ് റഹീം. എന്തായാലും ഈ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും തിരക്കുള്ള ദിവസം തന്നെ ആയിരിക്കും. അതിനിടയ്ക്ക് ഒരു കുറച്ച് സമയം നമുക്ക് സംസാരിക്കാൻ വേണം, പ്രത്യേകിച്ച് ഡൽഹിയിലെ പ്രക്ഷോഭത്തെക്കുറിച്ച്. ഇന്നിപ്പോ ഉച്ചയോടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഒരു തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് എളുപ്പത്തിൽ രാജി പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ആണോ BJPക്കുള്ളത്? ഇന്നിപ്പോൾ RSS നേതൃത്വം പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളെ കേൾക്കണം, കാര്യങ്ങൾ ആ മട്ടിൽ പരിഹരിക്കണം എന്നൊക്കെയാണ് മോഹൻ ഭാഗവത് പറയുന്നത്. അപ്പോൾ ഈ സമരത്തിൽ അടിച്ചമർത്താവുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒത്തുതീർപ്പിലൂടെ ഒരു തീരുമാനത്തിലെത്തുക എന്നത് മാത്രമേ ഇനി സാധ്യമായുള്ളൂ. അങ്ങനെയെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമോ? അല്ല, മറ്റു വഴികൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇപ്പോൾ കാണാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ അക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അത് രാജ്യത്തിന്റെ പൊതു ആവശ്യമായി ഇപ്പോഴത് വികസിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഗവൺമെന്റിന് മറ്റു വഴികൾ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സമരക്കാർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാണ്. ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കോമ്പൻസേഷന്റെ കാര്യത്തിലായാലും പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ഗവൺമെന്റ് എടുക്കാൻ കഴിയും. മറ്റതങ്ങനെയല്ല, ഒരു രാഷ്ട്രീയ തീരുമാനം വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടമാകേണ്ടത് അവിടെയാണ്. ഗവൺമെന്റ് അക്കാര്യത്തിൽ എന്ത് സമീപനം എടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. രണ്ട് കാര്യങ്ങൾ അതിൽ കാണണം. ഒന്ന്, ഇതൊരു വളരെ ഒരു നിയോ ഫാസിസ്റ്റ് സമീപനമുള്ളൊരു ഗവൺമെന്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഫാസിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് രാജ്യം ഭരിക്കുന്നത്. അവർ ജനാധിപത്യത്തോടും ഇത്തരം കാര്യങ്ങളോടും എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളത് പ്രസക്തമാണ്. നമ്പർ 1. നമ്പർ 2, അവർ എത്തിച്ചേർന്നിരിക്കുന്ന ഗതികേടിന്റെ ആഴം അതുപോലെ തന്നെ വളരെ വലുതാണ്. അതായത് ഇന്ന് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണത്? മുൻപ് മതത്തിന്റെ പേരിലും വർഗീയതയുടെ പേരിലുമാണ് അവർ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ, അത് കർഷക സമരത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്താണെങ്കിലും സംഘപരിവാർ ചെയ്തത് അത്തരത്തിലൊരു വിഭജനം സാധ്യമാക്കാൻ, ഇല്ലെങ്കിൽ ആന്റി നാഷണൽസ് അല്ലെങ്കിൽ നാഷണൽസ് എന്ന നിലയിൽ വിഭജിക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ, യഥാർത്ഥത്തിൽ ഇന്ന് ഈ സമരം ഈ രാജ്യത്തെ ജനങ്ങളെ നേർപകുതിയായി രണ്ടായി വിഭജിക്കപ്പെടും. രണ്ട് വിഭാഗം ജനങ്ങളെ ഇന്ന് ഈ രാജ്യത്തുള്ളൂ. ഒന്ന് അൾട്രാ റൈറ്റ്, മറ്റൊന്ന് അൾട്രാ റൈറ്റിനെ എതിർക്കുന്നവർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ പ്രവണതകളെ അനുകൂലിക്കുന്നവർ, എതിർക്കുന്നവർ, ധർമ്മേന്ദ്ര പ്രധാന രാജി ആവശ്യപ്പെടുന്നവർ, അത് നിരാകരിക്കുന്നവർ. ആവശ്യപ്പെടുന്നവരാണ് അധികം ഇത് തെളിഞ്ഞിരിക്കുന്നു. ഈ ആവശ്യപ്പെടുന്ന വിഭാഗത്തിലേക്ക്, അൾട്രാ റൈറ്റിനെതിരായൊരു വിഭാഗത്തിലേക്ക് ഓരോ ദിവസവും ആൾക്കാരുടെ എണ്ണം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ഡൽഹിയിലെ സ്ട്രീറ്റിലാകട്ടെ, ജന്തർ മന്ദറിലാകട്ടെ, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലാകട്ടെ, എല്ലായിടത്തും അത് വളരെ വിസിബിളാണ്. കൂടുതൽ സംഗീതജ്ഞർ പുറത്തേക്ക് വരുന്നു, സാംസ്കാരിക നായകർ പുറത്തേക്ക് വരുന്നു, കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയും കൂടുതൽ പിന്തുണയുമായി പിന്നെയും വരാൻ നിർബന്ധിതരാകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വിഭജിക്കപ്പെടുന്നു. ഇവിടെ അവരുടെ പ്രതിസന്ധിയുടെ ആഴം വളരെ വലുതാണ്. പിന്നെ രാഷ്ട്രീയം നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന വളരെ പ്രസക്തമായൊരു കാര്യം, മണിപ്പൂർ വന്നു. ഞാൻ സമീപകാലത്തെ ചില സംഭവങ്ങൾ പറയുകയാണ്. പ്രധാനമന്ത്രി മണിപ്പൂരിൽ അക്ഷരം പോലും മിണ്ടാൻ തയ്യാറായില്ല. പക്ഷേ പ്രധാനമന്ത്രി തുടർച്ചയായി രാത്രി ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നവർ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. മണിപ്പൂരിന്റെ സമയത്ത് ഇങ്ങനെ പ്രധാനമന്ത്രി നിർബന്ധിതനായോ? ഇല്ല. നേക്കഡ് പരേഡ് നടന്നു. എന്നിട്ട് പോലും അനീതി കൺമുമ്പിൽ കണ്ടിട്ട് പോലും പാർലമെന്റിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഇപ്പോഴാ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നിങ്ങോട്ട് പറയുന്നു. പാർലമെന്റ് 2022 വന്ന ആദ്യത്തെ സെഷനിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതുമുതൽ വിവിധ സന്ദർഭങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ MP-മാർ, ഡസൻ കണക്കിന് MP-മാർ ഒരുമിച്ച് മാസ് സസ്പെൻഷൻ കണ്ടു. എന്താ മാസ് സസ്പെൻഷൻ ഒന്നുണ്ടായത്? വിവിധ വിഷയങ്ങളിൽ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടതിന്റെ പേരിലായിരുന്നു, ചർച്ച നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു അന്ന് സംഘർഷങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണ്. ഗവൺമെന്റ് പുറകോട്ട് പോവാണ്. സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ ഇവിടെ പാർലമെന്റിന്റെ തൊട്ട് പുറത്ത് ഒന്ന് ചുവടെടുത്ത് വെച്ചാൽ എത്തിച്ചേരാവുന്ന സ്ഥലത്ത് നിരാഹാരം കിടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നങ്ങോട്ട് ചെല്ലണം, അവരെ കേൾക്കണം. ഒരു ശിപായിയെ പോലും പറഞ്ഞയക്കാൻ അവർ തയ്യാറായില്ല. തങ്ങളുടെ ഒരു ഓഫീസ് സ്റ്റാഫിനെ പറഞ്ഞയക്കാൻ അവർ തയ്യാറായില്ല. ആരെയും പറഞ്ഞയച്ചില്ല. പക്ഷേ അവർ 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഹരിയാനയിലെ മേദാന്ത ആശുപത്രിയിൽ 1 അല്ല 2 തവണ ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മന്ത്രിമാരെ പറഞ്ഞയക്കാൻ അവർ നിർബന്ധിതരായി. ഇന്നലെ നിങ്ങൾ നോക്കൂ, ചർച്ചയിലേക്ക് വരുമ്പോഴോ സമരക്കാർ പറയുകയാണ് 20-ാം തീയതി പാർലമെന്റ് മാർച്ച് നടക്കുന്ന ദിവസം അങ്ങോട്ട് ഗവൺമെന്റ് വില്ലിംഗ് ആവുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്.
രണ്ടാമത് സമരക്കാർ പറഞ്ഞു ഇനി ഞങ്ങൾ അങ്ങോട്ട് ചർച്ചയ്ക്കില്ല. അപ്പോൾ പറയൂ, നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം എന്ന നിലയിലായി. ഗവൺമെന്റ് വീണ്ടും താഴ്ന്നത് കാണാൻ കഴിയുന്നു, ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തമാണ്. സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം എത്രയേറെ നിഷേധാത്മകമായ സമീപനമാണ് ഒരു വശത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. മണിപ്പൂരിന്റെ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അതായിരുന്നു ചരിത്രമെങ്കിൽ, പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിന്റെ കാലത്ത് അതായിരുന്നു ചരിത്രമെങ്കിൽ, ഈ ജൻസി പോരാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജൻസികളുടെ മുമ്പിൽ അവർ ഉയർത്തിയവിട്ട വലിയ ജനാധിപത്യ അവകാശബോധത്തിന്റെ മുമ്പിൽ ജനം അതിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് വല്ലാതെ പ്രതിസന്ധിയിലാവുന്നു എന്ന കാഴ്ച നമ്മൾ വളരെ കൗതുകത്തോടെ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യം പ്രസക്താണ്. ഞാൻ പറഞ്ഞത് ഇത്രയേറെ പുറകോട്ട് പോകാൻ ഗവൺമെന്റ് നിർബന്ധിതമായെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ വേവ് വേറൊരു തരത്തിലേക്ക് പോവാണ് എന്ന അവർക്ക് കിട്ടുന്ന ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രാക്ടിക്കലായി അവർ എടുക്കുന്ന തീരുമാനമാണ്. മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നത്. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് സോനം വാങ്ചുക്കിന്റെ അടുത്തേക്ക് പോകുന്നത്. മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് വന്നിരുന്നു ചർച്ച ചെയ്യാൻ അവർ തയ്യാറാകേണ്ടി വരുന്നത്. അതുകൊണ്ട് ഹർഷൻ ചോദിച്ച ചോദ്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ ഈ ഗവൺമെന്റ് മുമ്പിൽ മറ്റു വഴികളില്ല. അത് തീർച്ചയായും. കാരണം ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അഭിജിത് ദീപ് കെ പറഞ്ഞത് സോനം വാങ്ചുക്ക് ആവശ്യപ്പെട്ടാലും ഞങ്ങൾ സമരം പിൻവലിക്കില്ല രാജിയില്ലാതെ എന്നാണ്. ആ കാര്യത്തിൽ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാവരും സഹകരിച്ചുകൊണ്ട് സമരരംഗത്ത് സജീവമായിരിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച എന്നതിനപ്പുറത്തേക്ക് മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർത്തുന്നു എന്നതാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഈ സിലബസ് മാറ്റം അടക്കം. അതല്ലാതെ മറ്റെല്ലാ രംഗത്തും ഭരണരംഗത്തും ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങളാണ്. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാതെ പോയ സർക്കാരിന് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് ഭയം, ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ ഒരാൾ കുറിക്കുകയുണ്ടായി, ഫിയർ, ഭയമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ആ ഇക്കോസിസ്റ്റത്തിനുള്ളിൽ അവരുടെ അതോറിറ്റേറിയൻ, അവരുടെ അമിതാധികാര പ്രവണത മുഴുവൻ കാണിച്ച് ഭയം സൃഷ്ടിച്ച് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് അവർ കണക്ക് തെറ്റിയത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് ലോകത്തിലെവിടെയുമുള്ള ജനാധിപത്യ പോരാട്ടങ്ങളുടെ, അടിച്ചമർത്തലുകൾക്കെതിരായ മനുഷ്യരുടെ സമരങ്ങളെ, അതിൻ്റെ ഒന്നും ചരിത്ര വായനയുടെ, അതിൻ്റെ അറിവിൻ്റെ കുറവ് സംഘപരിവാറിനെ, അൾട്രാ റൈറ്റിനെ കൃത്യമായി ഇക്കാര്യത്തിൽ ഈ കുഴിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ഐ ഓപ്പണറാണ്. ഇത് ഐ ഓപ്പണർ വിച്ച് മീൻസ് ഇത് വലിയ പാഠമാണ്. ഇതിൽ നിന്നെങ്കിലും ഇവർ പഠിക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായി പറയാം. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ എത്ര വലിയ ആത്മവിശ്വാസത്തോടെയാണ് BJP വന്നത്. കഴിഞ്ഞ സെഷനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, BJP എതിർക്കാൻ ശക്തമായി ഉണ്ടായിരുന്ന ഒരുപാട് MP-മാർ ഇപ്പോൾ അപ്പുറത്താണ്. കണ്ണു നിൽക്കുന്ന, ഇന്ന് രാവിലെ കാണുന്നവർ വൈകുന്നേരം BJP ആയി മാറുന്ന, മാറ്റാൻ കഴിയുന്ന ശക്തി ഞങ്ങൾക്കുണ്ട്. ഇതായിരുന്നു അവരുടെ കരുത്ത്. അവരെ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്തു. അങ്ങനെയാണ് പാർലമെന്റിലെ എണ്ണം അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനം തിരഞ്ഞെടുത്ത എണ്ണമല്ല ലോക്സഭയിൽ കാണുന്നത്, ജനം തിരഞ്ഞെടുത്ത എണ്ണമല്ല രാജ്യസഭയിൽ കാണുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ അല്ല കാണുന്നത്. പകരം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നു. അവർക്ക് ഈ രാജ്യത്തെ മുഴുവൻ ഏജൻസികളെയും, ED, മറ്റെല്ലാ അന്വേഷണ ഏജൻസികളെയും തങ്ങളുടെ കയ്യിൽ വെച്ച് അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, മാനിപ്പുലേഷന് വേണ്ടി, പൊളിറ്റിക്കൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് ഭരണം പിടിക്കാൻ മാത്രമല്ല, ബംഗാളിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കുന്നതിനും അവർക്കിഷ്ടപ്പെട്ട ഒരു ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കുന്നത് പോലെയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്ലോണിങ്ങിലൂടെ ഒരു പ്രതിപക്ഷത്തെ കൂടി സൃഷ്ടിച്ചു. ഇത് ഇത്തരത്തിൽ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്. പിന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരം ഗോദി മീഡിയക്കെതിരായ സമരം കൂടിയാണ്. ഗോദി മീഡിയക്കെതിരായ മുദ്രാവാക്യങ്ങൾ, ബഹിഷ്കരണങ്ങൾ കാണുകയാണ്. ജനാധിപത്യത്തിലെ അവർ എങ്ങനെയാണ് അവർ പിടിക്കാൻ നോക്കിയത്? അവർ എക്സിക്യൂട്ടീവ് അവരുടെ കയ്യിലാണ്, സ്വാഭാവികമായും ഭരണകൂടത്തിന്റെ അടുത്ത ഉപകരണമാണ്. അവർ ജുഡീഷ്യറിയെ പരമാവധി ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ പലതരത്തിലോ തങ്ങളോടൊപ്പം നിർത്തുന്നതിന് വേണ്ടി ഒരു വലിയ പരിധിവരെ നമുക്ക് ആ കാര്യം അറിയാം. പിന്നെ വരുമ്പോഴേക്കും ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസി മാധ്യമങ്ങളായിരുന്നു. ഇന്ത്യയിൽ എതിർ ശബ്ദമായി മാറേണ്ട മാധ്യമങ്ങളെ മുഴുവൻ അവരെങ്ങനെയാണ് കോർപ്പറേറ്റുകളിലൂടെ,
ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി അവരുടെ ശിഖരികളായ കോർപ്പറേറ്റുകളോട് ചൂണ്ടിക്കാണിച്ചു. ആ മാധ്യമത്തെ വാങ്ങൂ, ഈ മാധ്യമത്തെ വാങ്ങൂ, സകല മാധ്യമങ്ങളും ഇന്ന് ഗോദി മീഡിയ അവരുടെ കയ്യിലായി. അപ്പോൾ ഇനി എതിർ ശബ്ദങ്ങളെയില്ല. പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കേണ്ട എംപിമാർ അവർ പണം കൊടുത്തു വാങ്ങി. ഇനി പിന്നെയോ പ്രതിരോധമായി മാറേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അവരെ വിഭജിപ്പിക്കുകയോ ഇല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കി കളയോ ഇല്ലെങ്കിൽ അവരെ വില പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയോ തങ്ങളോടൊപ്പം നിർത്തുകയോ ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളെയും അവർ കീഴടക്കി. പക്ഷേ എന്നിട്ട് അവരെന്ത് കരുതി, ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, ഞങ്ങളാണല്ലോ ലോകം. ഈ പാർലമെന്റ് സെഷൻ ഇത്രയധികം പ്രതിരോധത്തിൽ BJP പോകുമെന്ന് ഈ സെഷന് ഒരു മാസം മുമ്പ് BJP കരുതിയോ? കരുതിയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് അപകടകരമായ നിയമനിർമ്മാണങ്ങൾ അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയുമായിരുന്നു. കാരണം അവർക്കതിനുള്ള ഭൂരിപക്ഷമായിരിക്കുന്നു. ഈ നിലയിലേക്ക് സംസ്ഥാനങ്ങളുടെ അധികാരം അവരുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. ഈ നിലയിൽ അമിത ആത്മവിശ്വാസത്തോടെ പാർലമെന്റിലേക്ക് വന്ന BJP ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധമുള്ള ഒരു പ്രതിരോധത്തിലേക്ക് വന്നു. എങ്ങനെ വന്നു? അവിടെയാണ് ജനാധിപത്യത്തിന്റെ കരുത്ത്. അവിടെയാണ് സംഘപരിവാരത്തിന്റെ അൾട്രാ റൈറ്റിന്റെ ചരിത്ര വായനയുടെ കുറവ്. എന്തുകൊണ്ട്? നിങ്ങൾ നോക്കൂ, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ മതിച്ചിരുന്നതും ഇത് തന്നെയായിരുന്നു. എല്ലാ അധികാരവും എൻ്റെ കയ്യിലുണ്ട്, ഇതെനിക്ക് മാനേജ് ചെയ്യാനാകും, മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ ഉയർന്നു വന്ന മൂവ്മെന്റ് ഏതായിരുന്നു? JP മൂവ്മെന്റ് ആയിരുന്നു. JP മൂവ്മെന്റ് ഉയർന്നു വരികയും ആ മൂവ്മെന്റിന് ഇന്ത്യയിലുടനീളം വലിയ ഒരു ആവേശവും അലയും സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ആ അലയിലാണ്, ആ വേവിലാണ് ഈ രാജ്യം ജനാധിപത്യത്തിന്റെ ശബ്ദമായി ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇത് ചരിത്രത്തിലുടനീളം കാണാൻ കഴിയും, ലോക ചരിത്രത്തിൽ കാണാൻ കഴിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതിലെല്ലാം ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞത് ഈ ചരിത്ര വായനയില്ലാത്ത അൾട്രാ റൈറ്റ് സംഘപരിവാർ ഇന്ത്യയിൽ ജനാധിപത്യത്തെ ആകെ സ്വന്തം കീശയിലായി കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഒരു കാര്യം, ഈ ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. കാരണം അവരുടെ ഇപ്പോൾ സിലബസ് പരിഷ്കരണം, ആ കാര്യത്തിൽ ഏറ്റവും കാര്യക്ഷമമായി അതിൻ്റെ നീക്കങ്ങൾ നടത്തിയത് ധർമ്മേന്ദ്ര പ്രധാന്റെ കാലത്താണ് എന്നാണ് പൊതുവെ BJP വിലയിരുത്തുന്നത്. അത് എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്കറിയാം. ഈ പീരിയോഡിക്കൽ ടേബിളിലടക്കം ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അടക്കം, അങ്ങനെ അതുമല്ലെങ്കിൽ മുഗൾ ഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ എണ്ണി എടുത്താൽ എത്ര കാര്യങ്ങളിലാണ് സിലബസിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് ആ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി സിലബസിനെ മാറ്റി തീർക്കുന്ന പ്രവൃത്തിയിൽ അദ്ദേഹം വളരെ സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ വളരെ എളുപ്പത്തിൽ BJP കൈവിട്ട് കളയുമോ? വേറൊരു കാര്യം കൂടി, ഇതെല്ലാം സംഭവിക്കുന്ന കാലത്ത് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ കേൾക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലാത്ത RSS ഈ ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് വിദ്യാർത്ഥികളെ കേൾക്കണമെന്നും അവരോട് സമവായത്തിൽ പോകണമെന്നും ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് നാളെ എന്തെന്നുള്ളതല്ല, ഈ പോയിന്റ് ഓഫ് ടൈം, ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയും, ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷം സംഘപരിവാർ ജനാധിപത്യത്തിൻ്റെ കരുത്തിന് മുമ്പിൽ തോറ്റു നിൽക്കുന്നു ഈ നിമിഷം. അതുകൊണ്ടാണ് അവരത് പറയാൻ നിർബന്ധിതമാകേണ്ടി വരുന്നത്. അതാണ് കീഴടങ്ങലിൻ്റെ സ്വരം നമ്മൾ കേൾക്കേണ്ടി വരുന്നത്, കാണേണ്ടി വരുന്നത്. താങ്കൾ ചോദിച്ച സിലബസ് പരിഷ്കരണം വളരെ ഏറ്റവും മനോഹരമായി എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഭംഗിയായി സംഘപരിവാരത്തിൻ്റെ അജണ്ട ഭാവിയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ലോകത്തെല്ലാ ഫാസിസ്റ്റുകളും ചെയ്തത് എങ്ങനെയാണ്? ഹിറ്റ്ലർ അധികാരത്തിലേറി ആദ്യം ചെയ്തത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉൾപ്പെടെയുള്ള ചരിത്ര പാഠപുസ്തകങ്ങളും ചരിത്ര നരേറ്റീവുകളും ഉണ്ടായിരുന്ന എല്ലാ നരേറ്റീവുകളെയും അദ്ദേഹം കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു, പുസ്തകങ്ങളെ കത്തിക്കുകയായിരുന്നു. അന്ന് ജർമ്മൻ കവിയായ ഹൈനെ പറയുന്നുണ്ട്, ഇന്ന് അക്ഷരങ്ങൾക്ക് പുസ്തകങ്ങൾക്ക് ചിത കൊടുക്കുന്ന ഇയാൾ നാളെ മനുഷ്യർക്കും ചിത കൊളുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. കറക്റ്റായിരുന്നു. പിന്നീട് മനുഷ്യർക്ക് ചിതയൊരുക്കി. ആദ്യം മനുഷ്യരെയല്ല ചുട്ടരിക്കാൻ ഇറങ്ങിയത്, മനുഷ്യവേട്ടയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അന്നവർ ഇറങ്ങിയത് സിലബസ് വേട്ടയ്ക്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തക വേട്ടയ്ക്കായിരുന്നു, അറിവിൻ്റെ വേട്ടയ്ക്കായിരുന്നു ഹിറ്റ്ലർ ഇറങ്ങിയതെന്ന് ചരിത്രമാണ്. അപ്പോൾ ഇവിടെയും അവർക്ക് വേണ്ടത് അവരുടേതായ ഒരു ഹിസ്റ്ററി, വിഭജനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന, അതാണ് ശരി എന്ന ഒരു മസ്തിഷ്ക പ്രചാരണം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അങ്ങനെയൊരു ഇടപെടലാണ് അവർ ശ്രമിച്ചത്. അതിന് സിലബസുകളെ മാറ്റണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സിലബസിനെ, അവരുടെ പഠനത്തെ ആകെ മാറ്റി. അങ്ങനെയാണ് സർവകലാശാലകളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം പറയുന്നു, താങ്കളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് ലീഡ് ചെയ്യാവുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഘട്ടം മുതൽ ഇങ്ങോട്ട് BJP വളരെ വിസിബിളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്?
വളരെ പ്രകടമായി കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആളുകളാക്കി മാറ്റുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഞങ്ങളും ഗവർണറുടെ ഓഫീസും തമ്മിൽ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ വഴേണ്ടി വന്ന കാര്യം എന്താണ്? സർവകലാശാലകൾ പിടിക്കുന്നിടത്താണ് പോർമുഖം തുറക്കപ്പെട്ടത്. ഇത് അവർ ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യയിലെ സർവകലാശാലകൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ വളരെ വിചിത്രമായൊരു കാര്യം ഇപ്പോഴും കാണാൻ കഴിയും. ഇപ്പോഴും അവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പൊ ഇന്നലെ ചെന്നൈ IITയിൽ സർക്കുലർ വന്നു, ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിന് അനുകൂലമായ വീഡിയോ കോണ്ടന്റുകൾ ആരും ഇടരുത്. ഒരു സർക്കുലറാണ്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ വന്നു, വിദ്യാർത്ഥികൾ സമരത്തിന് പോകാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പെടണം പറയുകയാണ്. ഇപ്പോഴും അടച്ചിടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. പക്ഷെ അവർ അതിലൂടെ ശ്രമിക്കുകയാണ്. സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നേരിട്ട് അവർക്കെതിരായ പ്രക്ഷോഭമുഖത്തിലാണ് നിരക്കാതെ തടസ്സപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, പതിറ്റാണ്ടുകളോളം പുതിയ തലമുറ പഠിച്ച് വളർന്നു വരേണ്ട സിലബസിൽ, ചരിത്രത്തിൽ, ഈവൻ ശാസ്ത്രത്തിൽ തങ്ങളുടേതായ യുക്തിയും തങ്ങളുടേതായ ചരിത്ര നരേറ്റീവും അവർ എഴുതി ചേർക്കുന്നു. അത് വലിയ തോതിൽ നടന്നു കഴിഞ്ഞു. അത് ഏറ്റവും വളരെ ഫലപ്രദമായി, അവരുടെ അഭിപ്രായത്തിൽ വളരെ ഫലപ്രദമായി ഇന്ത്യൻ അൾട്രാ റൈറ്റിന് വേണ്ടി ആ ചരിത്രപരമായ കടമ ഇൻവെർട്ടഡ് കോമ നടത്തിയത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം RSSന് അത്രയേറെ വിശ്വസ്തനാണ്. പക്ഷേ RSSന്റെ വിശ്വസ്തനായ അദ്ദേഹത്തെ ഇന്ന് ജനം തിരിച്ചറിയുന്നു. ജനം ഇതെല്ലാം കൂടി ചേർത്താണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നീറ്റ്, CBSE, ഇപ്പൊ എല്ലാവരും നീറ്റിൽ മാത്രമാണ്. നീറ്റ് മാത്രമല്ല, CBSE വളരെ വലിയ ഇഷ്യൂസാണ്. മാത്രമല്ല അതിൽ കൂടി കാണേണ്ട കാര്യമുണ്ട്. ഈ CBSEയുടെ ഇവരുടെ എക്സാമിനേഷൻ സിസ്റ്റത്തെ എക്സ്പോസ് ചെയ്തത് +2 പഠിക്കുന്ന 2 പിള്ളേരാണെന്നേ, ചെറിയ 2 കുട്ടികളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ 2 കുട്ടികളാണ് അവരിത് എക്സ്പോസ് ചെയ്തത്. അത്രമാത്രം അവരവരുടെ ആ തലമുറയെ, ഞാൻ പറഞ്ഞല്ലോ, ആ തലമുറയെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം 2014 BJP അധികാരത്തിൽ വരുമ്പോൾ വാട്സാപ്പ് ആയിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കറിയാവുന്ന, ഹർഷനും അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകർ അന്തരിക്കലോട് പറയും, വാട്സപ്പ് നിരോധിക്കാതെ ഇന്ത്യയിൽ BJPയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാ ഈ പോസ്റ്റ് ട്രൂത്ത് നരേറ്റീവും ഉണ്ടാക്കി വിട്ടത് വാട്സാപ്പിലൂടെയായിരുന്നു. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന പേര് തന്നെ എങ്ങനെയാണ്, ഒരു പേര് തന്നെ, പ്രയോഗം തന്നെ വന്നത് അങ്ങനെയാണ്. ഇവിടെ വരുന്നൊരു കാര്യം, അന്ന് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ന് തെരുവിൽ നിൽക്കുന്ന പോലീസ് ലാത്തിച്ചാർജിലും പിന്തിരിഞ്ഞു പോകാത്ത ഈ കുട്ടികൾക്ക് എത്രയായിരുന്നു പ്രായം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് അവരുടെ അച്ഛനെ, അമ്മയെ, അവരുടെ കുടുംബത്തെ വാട്സപ്പിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തലമുറയാണ്. ആ ഇൻസ്റ്റാഗ്രാം തലമുറ വളരെ ചെറിയ കോണ്ടന്റുകളിലൂടെ വലിയ ആഴമുള്ള രാഷ്ട്രീയം സംസാരിക്കുന്നു. അവരെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. അവർ ഈ പറഞ്ഞതുപോലെ ഈ തലമുറയാണ് കുറെ കാലമായി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സിലബസിലൂടെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചരിത്രം, ശാസ്ത്രം എല്ലാം ഒരു അൾട്രറൈറ്റ് പാതയിലേക്ക് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ കുഞ്ഞുങ്ങളെയാണ്. പക്ഷേ അവർ വരച്ചു വെക്കുന്ന വഴിയിലൂടെയല്ല ഈ പുതിയ തലമുറ നടന്നു പോകുന്നത്. അവർ വേറൊരു ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയും അസസ് ചെയ്യുകയും കൂടുതൽ പുരോഗമനപരമായ, കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ലിബർട്ടിയുള്ള, എല്ലാ അർത്ഥത്തിലും ലിബർട്ടിയുള്ള ഒരു അൾട്രാ റൈറ്റിന് ഒരിക്കലും യോജിക്കാനാകാത്ത പുതിയൊരു ഇന്ത്യയാണ് അവർ കാണുന്ന, ബെറ്റർ ഇന്ത്യ. ഈ സമരം എന്തിനാണെന്ന് വെച്ചാൽ ഒരു കൂടുതൽ മെച്ചപ്പെട്ടൊരു രാജ്യത്തിനും കൂടുതൽ മെച്ചപ്പെട്ടൊരു ജീവിതത്തിനും വേണ്ടിയിട്ടാണ് അവർ അഭയം പ്രാപിക്കുന്നത്. അവരുടെ പ്രസക്തമായ ഒരു കാര്യമാണ്. അവർ അഭയം പ്രാപിക്കുന്നത് എന്തിലാണ്? അവർ ഉയർത്തിപ്പിടിക്കുന്നത് എന്തിലാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. അവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നല്ലോ ഈ വിഷയത്തിലടക്കം, അതായത് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം. ഈ വിദ്യാർത്ഥികൾ സമരമുഖത്ത് എത്തിയതിന് ശേഷമെങ്കിലും സജീവമായി ആ ഘട്ടത്തിൽ ഇടപെടാൻ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ള ചോദ്യം, പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമായി നിൽക്കുകയാണ്. കാരണം കോൺഗ്രസ് അടക്കം സമരമുഖത്തേക്ക് വരുന്നത് ഏറെ വൈകിയാണ്. നിങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ സമരമുഖത്തുണ്ടായിരുന്നു, നമുക്കതറിയാം, നമ്മളെല്ലാം അത് കാണുന്നുമുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള ഒരു സാഹചര്യവും കാലവും എടുക്കും. ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കം സംഭവിക്കുന്ന കാലത്താണ് ഈ UPA എന്നുള്ള സംവിധാന, UPA അല്ല, ഈ ഇന്ത്യ സഖ്യം എന്നുള്ള സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാവുന്നത്, പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്, ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പുറത്ത് വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, അതിൽ തന്നെ സമരങ്ങളോടുള്ള വിമുഖതയാണ് യഥാർത്ഥത്തിൽ. അതായത് ഈ മട്ടിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളോ സമരങ്ങളോ കൊണ്ടൊന്നും ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ള നിരാശാഭരിതമായ ഒരു പ്രയോഗങ്ങളൊക്കെയാണ് നമ്മൾ ആ പ്രസംഗത്തിൽ കണ്ടത്. അതിനുശേഷം അദ്ദേഹം 10-20 ദിവസത്തേക്ക് ഇവിടുന്ന് പോയി. ആ സമയത്തൊന്നും പ്രതികരണം ഉണ്ടായില്ല. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷമാണ്
സമരത്തിൻ്റെ ഗതി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഇടപെടലുണ്ടാകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തെ, ഈ പ്രശ്നത്തെ പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി പ്രയോജനപ്പെടുത്താനോ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമല്ലേ? അല്ല, ഈ 3 വേർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഭയം, നിരാശ, നിസ്സംഗത. ഇത് 3ഉമാണ് ഞാൻ നേരത്തെ പറഞ്ഞ BJP കഴിഞ്ഞ കുറേ കാലമായി 14 മുതൽ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാറ്റിനെയും ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം, അവർക്ക് അനുകൂലമായ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കി. എന്താണത്? ഭയം, നിരാശ, നിസ്സംഗത. ഒരു കാര്യമില്ല, അവരുടേതായി എന്ന നിലയിലേക്ക് മാറി. അതിനവർ വർഗീയതയെ ഉപയോഗിച്ചു. മനുഷ്യരെ എതിരെ ഉയർന്നു വരുന്ന എല്ലാ പോരാട്ടങ്ങളെയും വർഗീയത കൊണ്ട്, ദേശവിരുദ്ധതയുടെ ഒരു ചാപ്പയടിച്ചുകൊണ്ട് ഒക്കെയാണ് അവർ നേരിടാൻ ശ്രമിച്ചത്. ഇവിടെ അവരുടെ കയ്യിൽ നിന്ന് അതെല്ലാം പോയി. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക് വന്നാൽ എൻ്റെ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് വരികയാണ്, മറ്റു പാർട്ടികളുടെ നിലപാടെന്ന ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു മീംസ് മൂവ്മെന്റിലൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കോടതിയിലെ ഒരു പരാമർശത്തിൽ കൊണ്ട് സ്പോണ്ടേനിയസായി വളരെ ഓർഗാനിക്കായി പൊട്ടിപ്പുറപ്പെട്ട അഭിജിത് ദീപ്കെ തുടങ്ങി വെച്ച ഒരു സോഷ്യൽ മീഡിയ റെവല്യൂഷൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെയായിരുന്നു ആ ജെൻസി മൂവ്മെന്റ്. അത് മിനിറ്റുകൾക്കകം അതിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്, അത് ചർച്ചയായി മാറുന്നത്, അതിനെ വീണ്ടും സാങ്കേതിക വിദ്യയിലൂടെ, ഇന്നിപ്പോൾ ചർച്ചയ്ക്കെല്ലാം ഞങ്ങൾ തയ്യാറാണ്, ജനാധിപത്യവാദികളാണെന്ന് പറയുമ്പോൾ അതിനെ സാമൂഹ്യ മാധ്യമങ്ങളെ തന്നെ വിലക്കേർപ്പെടുത്തി കളഞ്ഞു വന്നു. ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. അതിനെല്ലാം എടുത്തു കളഞ്ഞു. എത്ര തവണ അവരുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. എന്നിട്ടും അത് മുമ്പോട്ട് വരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കണ്ടൊരു കാര്യം, CPIM കണ്ട കാര്യം, DYFI ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ആ നിലയിൽ നമ്മൾ വിലയിരുത്തി. എന്താണ് ഇവരോട് എടുക്കേണ്ട നിലപാട്? ഞങ്ങൾ കണ്ട കാര്യം, ഇവരുടെ മുദ്രാവാക്യങ്ങൾ സ്വീകരിക്കാവുന്ന മുദ്രാവാക്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, മെച്ചപ്പെട്ടൊരു ഇന്ത്യക്ക് വേണ്ടി ജനാധിപത്യം ഉള്ള മുദ്രാവാക്യമാണ്. ഇനി ഇവരാരാണ്? ഇനി വരട്ടെ, ഇവരുടെ സമര രീതി എന്തായിരിക്കും? ഈ 2 കാര്യങ്ങളിലും ഞങ്ങൾ വെയിറ്റ് ആൻഡ് സീ എന്ന നിലയിൽ കണ്ടു. ഞങ്ങൾ മുദ്രാവാക്യങ്ങളോട് ആദ്യമേ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പാർട്ടിയാകട്ടെ, DYFI ആകട്ടെ, SFI ആകട്ടെ. അവരുടെ മാർച്ചിനും പ്രൊട്ടസ്റ്റിനും വരുന്ന സമയത്ത് ഇതൊരു ബേസിക്കലി ഒരു സ്റ്റുഡൻറ് മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസുമായി അവർ കോൺടാക്ട് ചെയ്തു. അവർ SFIയുമായി കോൺടാക്ട് ചെയ്തു, AESFുമായി കോൺടാക്ട് ചെയ്തു, NSUവുമായി കോൺടാക്ട് ചെയ്തു. വ്യത്യസ്ത എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും അവർ സമീപിച്ചു. അപ്പോൾ SFI ഒരു തീരുമാനമെടുത്തു, ഇതിനോട് പോകാം, എങ്ങനെ പോകാം, നമുക്ക് ഈ സമരത്തോട് ഈ പറയുന്ന പോലെ SFIയുടെ പ്രതിനിധി സംഘത്തെ അയച്ചുകൊണ്ട് ഇതിനോട് ഐക്യപ്പെടാം. കാരണം എന്താണിത്, ഇവർ ഏത് വഴിക്കാണ് പോകുന്നത്, ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന സമരരീതി എന്താണ്? ഇതെല്ലാം വളരെ പ്രസക്തമായൊരു ചോദ്യമാണല്ലോ ഒരു നമ്മളെപ്പോലെ ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അപ്പോൾ അവർ പോകുന്നു. ക്രമേണ കാണുന്നത് എന്താണ്? അവരുടെ സമരരീതിയും നമുക്ക് യോജിക്കാവുന്നൊരു സമരരീതിയായി വളരുന്നു. ഇതൊരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ്. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന മുദ്രാവാക്യം സ്വീകരിക്കാവുന്ന മുദ്രാവാക്യമാണ്, ന്യായമായ മുദ്രാവാക്യമാണ്. മൂന്നാമത് വളരെ പ്രസക്തമായൊരു കാര്യം അവരുടെ സമരരീതി എന്താണ് എന്നാണ്. ആ സമരരീതിയോട് നമുക്ക് യോജിക്കാവുന്നതിനുണ്ടായി. എന്തായിരുന്നു ഇവർ സ്വീകരിച്ച സമരരീതി? ഹൈലി ക്രിയേറ്റീവായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ സംഹാരശേഷിയുള്ള എന്നാൽ വളരെ ക്രിയേറ്റീവായ സഹനശക്തിയുടെ നിരാഹാര സമരത്തിലേക്ക്, സിറ്റ് ഇൻ പ്രൊട്ടസ്റ്റിലേക്ക്, സത്യാഗ്രഹ സമരത്തിലേക്ക് അവർ കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്ന് ഈ സമരം വികസിക്കുന്നു. ആ ഘട്ടത്തിൽ SFIക്ക് പുറമെ CPIMും ഇതിനോട് കൃത്യമായി ഇത് ശരിയായ ജനാധിപത്യ സമരമാണെന്നും ഈ ജനാധിപത്യ സമരത്തിനോട് സർക്കാർ പുലർത്തുന്നത് തികച്ചും ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണെന്നും തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഈ സമരം ഡെവലപ്പ് ചെയ്യുന്നത്. ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ഇതിനോട് തികഞ്ഞ തെറ്റായ സമീപനം സ്വീകരിച്ചിരുന്നു. ഇതിനെ മൈൻഡ് ചെയ്തതേയില്ല. ഇത് ഉയർന്നു വരുന്നത് തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കി കളയുന്നു. അവർ അണ്ണാ ഹസാരെ മൂവ്മെന്റിനെയോ അല്ലെങ്കിൽ അന്നുയർന്നു വന്ന അത്തരം ആം ആദ്മി, പിന്നീട് അതിന്റെ പൊളിറ്റിക്കൽ പ്രൊഡക്റ്റായി ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ വിനകളെ കുറിച്ചോ മാത്രമായിരുന്നു അവരുടെ ചിന്ത. ഇന്ത്യയെ കുറിച്ചായിരുന്നില്ല. ഇന്ത്യയിൽ ഈ തെരുവിൽ നിൽക്കുന്ന ചെറുപ്പത്തിന്റെ സെന്റിമെന്റ്സ് ആയിരുന്നില്ല, പൊളിറ്റിക്കൽ സെന്റിമെന്റ്സ് ആയിരുന്നില്ല. തീർച്ചയായും പാർലമെന്റിലേക്കും ഒപ്പം സമരമുഖത്തേക്കും ഒരുമിച്ച് റഹീമിനും പോകാനുള്ളത് കൊണ്ട് ഞാനിവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. രാവിലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും വിശദമായി വിശദീകരിച്ചതിനും നിലപാടുകൾ പറഞ്ഞതിനും റഹീം.